കേരളത്തിൽ ഇപ്പോൾ കാലാവസ്ഥ വളരെ മോശമാണ്. കാറ്റിലും മഴയിലും ധാരാളം മരങ്ങൾ കടപുഴകി താഴെ വീഴുന്നുണ്ട്, കൃഷി നശിക്കുന്നുണ്ട്, വമ്പിച്ച സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നുണ്ട്. പക്ഷേ കണിച്ചുകുളങ്ങരയിൽ ഒരു വൻമരം വീണുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാലാവസ്ഥയുടെ കുറ്റം കാരണമല്ല, മറിച്ച് രാഷ്ട്രീയ കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങളാണ്. കണിച്ചുകുളങ്ങരയിലെ ഈ വടവൃക്ഷം 10-30 വർഷമായിട്ട് കേരളത്തിൻ്റെ സാംസ്കാരിക തലങ്ങളിൽ തലയുയർത്തി നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന ഈ വടവൃക്ഷം താഴോട്ട് പതിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഒരു 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 തകർച്ചയുടെ ഒരു വീഴ്ചയുടെ വക്കത്താണ് എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, വെള്ളാപ്പള്ളി നടേശനെ ഒരു അതിമാനുഷനായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന CPM-ഉം CPM-ൻ്റെ ഏറ്റവും പ്രതാപിയായ നേതാവ് പിണറായി വിജയനും ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. യഥാർത്ഥത്തിൽ VS അച്യുതാനന്ദന് ശേഷം പിണറായി വിജയനാണ് വെള്ളാപ്പള്ളിയുടെ ഏറ്റവും വലിയ പിന്തുണക്കാരനും സംരക്ഷകനുമായി നിന്നത്. ആ കാലത്തൊക്കെ തന്നെ പലതരത്തിലുള്ള കേസുകളിൽ അദ്ദേഹം പെട്ടിട്ടുണ്ടായിരുന്നു. പലതരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരായിട്ട് ഉയർന്നു വന്നിരുന്നു. മൈക്രോ ഫിനാൻസ് പോലുള്ള വിഷയങ്ങളിൽ ധാരാളം സിവിൽ കേസുകൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ SNDP യോഗത്തിൻ്റെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങളുണ്ടായിരുന്നു. താലൂക്ക് തല യൂണിയനുകൾ അതിൻ്റെ സ്ഥാപനങ്ങളിൽ ഒക്കെ തന്നെ അധികാരികളെ മാറ്റിയിട്ട് ഭാരവാഹികളെ മാറ്റി തനിക്ക് വേണ്ടപ്പെട്ടവരെ പ്രതിഷ്ഠിച്ചതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ 100,000 പ്രശ്നങ്ങൾക്കിടയിൽ അദ്ദേഹം കരുത്തനായി നിന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് കിട്ടി വന്ന ശക്തമായ രാഷ്ട്രീയ പിന്തുണയാണ്. അപ്പം ഈ രാഷ്ട്രീയ പിന്തുണ ഏതറ്റം വരെ പോയി എന്ന് ചോദിച്ചാൽ, വെള്ളാപ്പള്ളി ഒരു എല്ലാ തോണിയിലും കാലുവയ്ക്കുന്ന ഒരാളായിട്ട് എത്രയും കാലം കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് നിലനിൽക്കുകയാണ്. വെള്ളാപ്പള്ളി SNDP യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവ്, വെള്ളാപ്പള്ളി കേരളത്തിലെ സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യക്ഷൻ, വെള്ളാപ്പള്ളി കേരളത്തിലെ ഭരണകക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക നേതാവ്, വെള്ളാപ്പള്ളി ശബരിമലയിലെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും അതിൻ്റെ പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രവർത്തനങ്ങളും മുന്നിൽ നിന്ന് നയിക്കുന്ന ആൾ, വെള്ളാപ്പള്ളി കേരളത്തിലെ ഏതാണ്ട് ഒരു സകല വിഷയങ്ങളിലും അഭിപ്രായം പറയുന്ന, ആര് ഭരിക്കണം ആര് ഭരിക്കാതിരിക്കണം എന്ന് പോലും തീരുമാനിക്കുന്ന ഒരു മഹാവ്യക്തിത്വമായിട്ട് മാറി. കേരളത്തിൽ ഇനി ഭരിക്കുന്നത് ആള് സതീശനാണ് ആയിരിക്കും എന്ന് വന്നപ്പോൾ അദ്ദേഹത്തെ വെള്ളാപ്പള്ളി വിളിക്കാത്ത അസഭ്യങ്ങളില്ല. വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭാവി മുഖ്യമന്ത്രിയായിട്ട് വരാനിരിക്കുന്ന ഒരാളെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ എല്ലാ നിലയും മറന്നുകൊണ്ട് എല്ലാവിധ നിയന്ത്രണങ്ങളും വിട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വെള്ളാപ്പള്ളി കേരളത്തിൽ എന്താ പറയുക, പിഞ്ഞാണക്കടയിൽ കയറിയ കാളയെ പോലെ പരാക്രമം കാണിക്കുകയായിരുന്നു. ഇപ്പോൾ സ്ഥിതിഗതികൾ ആകെ മാറിയിട്ടുണ്ട്. കാരണം വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള അമിതമായിട്ടുള്ള ഐക്യം, വെള്ളാപ്പള്ളി നടേശനെ കേരളത്തിൽ ഇങ്ങനെ ഒരു നിയന്ത്രണവുമില്ലാതെ കയറൂരി വിട്ടത് വലിയ ആപത്തായി മാറി എന്ന് കഴിഞ്ഞ കുറേ ആഴ്ചകളായി നടക്കുന്ന CPM-ൻ്റെ കമ്മിറ്റികളിൽ, അതിൻ്റെ കേന്ദ്ര കമ്മിറ്റി മുതൽ താഴെയുള്ള കമ്മിറ്റികളിൽ എല്ലാവരും ഏറ്റവും കൂടുതലായിട്ട് വിമർശിച്ച വിഷയങ്ങളിലൊന്ന് ഈ വെള്ളാപ്പള്ളി ബന്ധമായിരുന്നു. വെള്ളാപ്പള്ളി ആ നിലയിൽ കേരളത്തിൽ ഒരു വലിയ പ്രധാനപ്പെട്ട ആളെയല്ല. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സത്യത്തിൽ ആ സംഘടനയ്ക്കകത്ത് പോലും അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള റെസ്പെക്റ്റബിലിറ്റിയും ഇല്ല. പക്ഷേ സംഘടനയുടെ കരുത്തിൻ്റെ പേരിൽ, സംഘടനയുടെ നിയന്ത്രണം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് എന്നതിൻ്റെ പേരിൽ മാത്രം അദ്ദേഹം നടത്തിയിരിക്കുന്ന അഭ്യാസങ്ങളെ ശക്തമായിട്ട് പ്രതിരോധിക്കേണ്ട സമയത്ത് പ്രതിരോധിച്ചിരുന്നെങ്കിൽ ഈ ആപത്തുണ്ടാകുമായിരുന്നില്ല എന്നാണ് CPM-ൻ്റെ കമ്മിറ്റികളിൽ മിക്കവാറും എല്ലാ മെമ്പർമാരും ഏകകണ്ഠമായി പറഞ്ഞത്. അപ്പോൾ അത് നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലാണ് MV ഗോവിന്ദൻ റിപ്പോർട്ടിലെ വെള്ളാപ്പള്ളിയെ വിമർശിച്ചത്. പക്ഷെ അതിന് തെളിയുന്നൊരു കാര്യം, CPM വെള്ളാപ്പള്ളിയെ കൈവിട്ടു എന്നാണ്. ഇനി പിണറായി വിജയൻ പോലും വിചാരിച്ചു കഴിഞ്ഞാൽ CPM എന്ന് പറയുന്ന പാർട്ടിയെ വെള്ളാപ്പള്ളിക്ക് അനുകൂലമായിട്ട് കൊണ്ടുവരാൻ കഴിയില്ല. CPM-ഉം വെള്ളാപ്പള്ളിയും തമ്മിലുള്ള ബന്ധങ്ങൾ മോശമാവുകയാണ്. വെള്ളാപ്പള്ളിക്കെതിരായിട്ടുള്ള ശക്തമായൊരു പൊസിഷനിലേക്ക് ആ പാർട്ടി പോവേണ്ടതായിട്ട് വരും. കാരണം അല്ലെങ്കിൽ CPM-ന് നഷ്ടപ്പെട്ട ജനപിന്തുണ തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞു, എനിക്കെതിരായിട്ട് നീക്കങ്ങൾ നടത്തിയാലും ശരി, എന്നെ ബലിയാടാക്കിയാലും കുഴപ്പമില്ല, CPM നന്നാവട്ടെ എന്നാണ് വെള്ളാപ്പള്ളി അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇത് കേട്ട് ആരും ചിരിച്ചു പോകും.
CPM-ഉം വെള്ളാപ്പള്ളിയും തമ്മിൽ എന്ത് ബന്ധം? CPM-ന്റെ ഏത് ഉത്തരവാദിത്വമാണ് വെള്ളാപ്പള്ളി ഏറ്റെടുത്തത്? എന്നാണ് CPM-ന് വേണ്ടി ഒരു ചെറുവിരൽ സത്യത്തിൽ ഈ വെള്ളാപ്പള്ളി ഇളക്കിയിരിക്കുന്നത്? ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. CPM നേതാക്കളുമായിട്ട് അദ്ദേഹം ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അത് VS ആയാലും ശരി, പിണറായി ആയാലും ശരി, അവരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. അവരുടെയൊക്കെ സ്വന്തം ആളായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ CPM എന്ന് പറയുന്ന പാർട്ടിയെ കേരളത്തിൽ തകർക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിച്ച ആളുകളിൽ ഒന്ന് വെള്ളാപ്പള്ളിയായിരുന്നു. കാരണം അദ്ദേഹം എന്നും BJP-യുടെ ആളായിരുന്നു. അദ്ദേഹം എന്നും കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദികളിൽ ഒരാളായിരുന്നു. അദ്ദേഹം ഏറ്റവും കൂടുതലായിട്ട് ഉപദ്രവിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകളാണ്. ആ ഒരു വസ്തുത നിലനിൽക്കെ ഇപ്പോൾ CPM നന്നായാൽ മതി, ഞാൻ തകർന്നാലും കുഴപ്പമില്ല എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ എന്താ അതിനെപ്പറ്റി പറയുക കേരളത്തിലെ ജനങ്ങൾ? അതൊരു ഭാഗത്ത്. രണ്ടാമത്തെ പ്രശ്നം, ഇപ്പോൾ കേരളത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിലൊന്ന് അധികം വൈകാതെ ഉയർന്നു വരികയാണ്. അത് മൈക്രോ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. SMDP യോഗത്തിൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കേന്ദ്രത്തിൻ്റെ സർക്കാർ 3% പലിശക്ക് കിട്ടുന്ന പണം വാങ്ങിയിട്ട് മൈക്രോ ഫിനാൻസ് സംവിധാനം വഴി വിതരണം ചെയ്യുക എന്നുള്ളതായിരുന്നു അജണ്ട. കുറേ കാലങ്ങളായി നടക്കുന്ന ഇടപാടാണ്. പക്ഷേ ആ പണം യഥാർത്ഥത്തിൽ മൈക്രോ ഫിനാൻസുകാർക്കോ പാവപ്പെട്ടവർക്കോ കുടുംബങ്ങൾക്കോ ഒന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഈ 3% പലിശക്ക് വാങ്ങിയത് 12%-നും അതിനപ്പുറവും ബ്ലേഡ് കമ്പനി നിരക്കിൽ കൊടുത്ത നിരവധി കഥകൾ ഉയർന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം ഒരു SNDP യോഗത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിസ്റ്റ് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് 25 ലക്ഷം ഉറുപ്പിക എടുത്തു തന്നു, അതിൽ അപ്പം തന്നെ 10 ലക്ഷം ഉറുപ്പിക അദ്ദേഹം തിരിച്ചു വാങ്ങി, ബാക്കി 15 ലക്ഷം ആണ് ഞങ്ങൾക്ക് കയ്യിൽ തന്നത്, അത് നിങ്ങൾ എങ്ങനെ വേണേൽ ഉപയോഗിച്ചോ, പിന്നെ സൗകര്യം പോലെ തിരിച്ചു കൊടുത്താൽ മതി എന്ന്. അതായത് പൊതുപ്പണം എങ്ങനെയൊക്കെ ദുർവിനിയോഗം ചെയ്യാം എന്നതിൽ പ്രത്യേകമായിട്ടുള്ള ഒരു പരിശീലനം നടത്തി അതിലൊക്കെ അദ്ദേഹം ഒപ്പിട്ടിട്ടു അത്ര. ഈ രേഖകളിലൊക്കെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ നേരിട്ട് ഒപ്പിട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ കേസുകൾ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒഴിയാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ. അതിൻ്റെ കേസിൻ്റെ അന്വേഷണം നടക്കുകയാണ്. കുറ്റപത്രം അധികം വൈകാതെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കൊടുക്കും. അങ്ങനെ വന്നാൽ കേസായിട്ട് വരും. കോടതിയിൽ വന്നു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ പ്രാധാന്യമോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ പ്രാമാണ്യമോ ഒന്നും കേസിനെ ബാധിക്കാനിടയില്ല. കാരണം ഈ ഭരണം മാറിയിട്ടുണ്ട്, കേരളത്തിലെ ഭരണം മാറിയിട്ടുണ്ട്. മഹേശൻ എഴുതി വച്ചിരുന്ന കത്തുകൾ, അങ്ങനെയുള്ള നിരവധി ആരോപണങ്ങൾ മറുഭാഗത്തുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നാൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വലിയ വടവൃക്ഷം അതോടുകൂടി കേരളത്തിലെ സമുദായ രംഗത്ത്, സാമൂഹിക രംഗത്ത് താഴോട്ട് പോവുകയാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം, ഇത്രയും വലിയൊരു മഹാപ്രസ്ഥാനം, കേരളത്തിൽ വലിയ സമ്പത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെയുള്ള SNDP പ്രസ്ഥാനം, അതിൻ്റെ തലപ്പത്ത് 10-30 കൊല്ലമായിട്ട് ഇങ്ങനെ കടൽക്കിഴവനെ പോലെ അടയിരുന്ന ഒരാൾ മാറുന്ന സമയത്ത് ആരാണ് അതിൻ്റെ തലപ്പത്ത് വരിക? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം അതിൻ്റെ ജനാധിപത്യ സംവിധാനം, അതിൻ്റെ തെരഞ്ഞെടുപ്പ് സംവിധാനം, അതിൻ്റെ സംഘടനാ സംവിധാനം എല്ലാം വെള്ളാപ്പള്ളിയും കുടുംബവും മാത്രമായിട്ട് അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ മാത്രമാണ് എല്ലാ കമ്മിറ്റികളിലും ഉള്ളത്. അവരെല്ലാം ഒഴിവാക്കിക്കൊണ്ടൊരു പുതിയ ജനാധിപത്യ രൂപത്തിൽ ആ പ്രസ്ഥാനത്തെ പുനഃസംഘടിപ്പിക്കാൻ കഴിയുമോ? കഴിയില്ലെങ്കിൽ ഇത് ആരുടെ കയ്യിൽ പോകും? ഇന്നത്തെ ഒരു അവസ്ഥയിൽ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാസാഗറിനെ പോലുള്ള ആളുകൾ ഇപ്പോൾ അതിൽ നിന്ന് പുറത്തായി നിൽക്കുകയാണ്. ഗോപാലിനെ പോലുള്ള ആളുകൾ പുറത്തു നിൽക്കുകയാണ്. ഇവരെല്ലാം അകറ്റിക്കൊണ്ട് ഈ വെള്ളാപ്പള്ളിയും കുടുംബവും ഈ മഹാപ്രസ്ഥാനത്തെ കൈയടക്കാൻ CPM ആണ് സഹായിച്ചത്. ഇനി ഒരുപക്ഷെ ആ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തേക്ക്, അതിൻ്റെ നിയന്ത്രണത്തിലേക്ക് RSSും സംഘപരിവാരവും വരുമോ എന്ന് ചോദ്യമുണ്ട്. കാരണം വെള്ളാപ്പള്ളിയുടെ കുടുംബം, അദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയും അടക്കമുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് സംഘപരിവാരവുമായിട്ട് യോജിക്കാനാണ്. അതുകൊണ്ട് CPM മാത്രമല്ല, ശ്രീനാരായണ പ്രസ്ഥാനം പോലും ഒരുപക്ഷെ സംഘപരിവാരത്തിൻ്റെ ഒരു നിയന്ത്രണത്തിലേക്ക് പോവുക എന്ന ഒരു വലിയ ദുരന്തം കൂടി കേരളത്തിൽ സംഭവിച്ചുകൂടായികയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.